ഡ്രഗ്സ് നോ വയലൻസ് എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സഖാവ് എ കുഞ്ഞിക്കണ്ണൻ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും സഖാവ് സി കെ കരുണാകരൻ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള രണ്ടാമത് ഉത്തരമേഖല ശ്രീകണ്ഠപുരം വോളി ശ്രീകണ്ഠപുരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് സ്റ്റേഡിയത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കെട്ടായി ഒരു വലിയ പോരാട്ടത്തിന്റെ ഓർമ്മ. ആ പോരാട്ടത്തെ കൂടുതൽ ശക്തമായി പ്രത്യേകിച്ച് യുവാക്കളെയും വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് നയിക്കുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് ഡിവൈഎഫ്ഐ കേരളത്തിലുടനീളം ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2-3 വർഷമായി ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന പേരിൽ അതിവിപുലമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അന്ന് ഡിവൈഎഫ്ഐ അത്തരം പ്രചരണപരമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ പലരും അത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ക്യാമ്പയിനാണ്, മുദ്രാവാക്യമാണ് എന്ന് അംഗീകരിച്ചിരുന്നില്ല. പലരും ധരിക്കുന്നത് ഈ ലഹരി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തെയോ വീടിനെയോ നാടിനെയോ ഒന്നും ബാധിക്കില്ല എന്നായിരുന്നു. അതെല്ലാം മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തയും ഒരു സംഭവമായി മാത്രമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പലരും അതിനെ കണ്ടിരുന്നത്. എന്നാൽ സമീപകാലത്ത് അത്തരം കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും തിരുത്തേണ്ടി വന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ അനുഭവം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പ്രതീക്ഷിക്കാത്ത പ്രദേശങ്ങളിൽ എല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് അനുഭവത്തിൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ നാടിനെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആലോചനയാണ് നമ്മൾ ആകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. കെ വി ജിതിൻ അധ്യക്ഷനായി. സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ, ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ കെ ജി ദിലീപ്, സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി മാധവൻ, വി സി രാമചന്ദ്രൻ മാസ്റ്റർ, ടി കെ സുലേഖ, ബ്ലോക്ക് ട്രഷറർ ഒ ഷിനോജ്, അനുശ്രീ സി എന്നിവർ സംസാരിച്ചു. ആദ്യ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ വനിതാ സ്പോർട്സ് സ്കൂൾ ടീമുകൾ ആവേശകരമായി മാറ്റുരച്ചു. മേജർ വോളിയിൽ ടാസ്ക് മാക്രേരി ടൗൺ സ്ക്വയർ ടീം കണ്ണൂർ തീപ്പാറും പോരാട്ടങ്ങൾ ഒടുവിൽ ടാസ്ക് മാക്രേരി വിജയികളായി. മനു ജോസഫ്